ഐഫോൺ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ സീരീസിലെ 12ാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൽ ഞാൻ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ ഐ ബട്ടണിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് iOS 18 ബീറ്റയിൽ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരുന്നു നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒക്കെ സൈറ്റിൽ പോകുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ഒരു ക്യാപ്ച കാണിക്കുന്നതായിരിക്കും. അതായത് കുറച്ചധികം ഫോട്ടോസ് ചെറിയ സ്ക്വയർ ആയിട്ട് വന്നിട്ട് അതിനകത്ത് നമുക്കിപ്പം ബ്രിഡ്ജിൻ്റെ ഫോട്ടോസ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻ ആണോ റോബോട്ട് ആണോ എന്ന് അറിയാൻ വേണ്ടി ആ ഒരു സൈറ്റ് തരുന്ന ഒരു സെക്യൂരിറ്റി വാർണിംഗ് ആണത്. അപ്പോൾ നമ്മൾ ആ ഒരു ഏതാണ് ഫോട്ടോ ചോദിക്കുന്നത് ആ ഫോട്ടോ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു സൈറ്റിൽ ഫോർവേഡിൽ പോകാൻ പറ്റുക. അപ്പം നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ ഫോണിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇത് വെരിഫൈ ചെയ്തിട്ട് ഈ ഒരു ക്യാപ്ച വരാതെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആ ഒരു ക്യാപ്ച വരുവാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് നമുക്ക് ആ സൈറ്റിലേക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്നൊരു ഓപ്ഷൻ നമ്മുടെ ഐഫോണിലും ഉണ്ട്. അപ്പോൾ അത് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങളുടെ ആപ്പിൾ ID ആ ഒരു പേരിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ പേരിൽ ടാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് വരുന്നത് ഇവിടെ നമുക്ക് സൈൻ ഇൻ ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു പേജിലേക്ക് ഇവിടെ വരുന്നത് ഇവിടെ കണ്ട് നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നേരെ താഴെ നോക്കി കഴിഞ്ഞാൽ കാണാറ്റും ഓട്ടോമാറ്റിക് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കിവിടെ ഉണ്ട്. അത് ജസ്റ്റ് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ബ്രീഫിംഗ് വരുന്നുണ്ട്. അതായത് ബൈപ്പാസ് ക്യാപ്ചേഴ്സ് ഇൻ ആപ്സ് ആൻഡ് ഓൺ ഓൾ വെബ് ബൈ അലോവിങ് iCloud ടു ഓട്ടോമാറ്റിക്കലി ആൻഡ് പ്രൈവറ്റ്ലി വെരിഫൈ യുവർ ഡിവൈസ് ആൻഡ് അക്കൗണ്ട്. അതായത് നമ്മുടെ ഈ ക്യാപ്ച വരുന്ന സമയത്ത് നമ്മുടെ iCloud ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു സൈറ്റ് നമ്മുടെ ഡിവൈസുമായിട്ട് വെരിഫൈ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓട്ടോമാറ്റിക് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ക്യാപ്ച വരാനുള്ള സൈറ്റ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ക്യാപ്ച കാണിക്കത്തില്ല. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഫോണിൽ ഈ ഇടയ്ക്ക് ഒരു ഫീച്ചർ വന്നത്, അതായത് നെയിം ഡ്രോപ്പ് എന്ന് പറഞ്ഞ ഫീച്ചർ നമ്മുടെ ഫോണിൽ വന്നായിരുന്നു. നമുക്ക് ഡീറ്റെയിൽസ് അതിൽ കോൺടാക്ട്സ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് ജസ്റ്റ് 2 ഐഫോൺസ് തൊട്ടടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആ ഒരു കോൺടാക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഫയൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഐഫോൺ ടു ഐഫോൺ നമുക്ക് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഐഫോൺ ടു ആപ്പിൾ വാച്ച് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ആപ്പിൾ വാച്ച് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാട്ടി എൻ്റെ ഒരു ഫോൺ എൻ്റെ ഒരു ആപ്പിൾ വാച്ചിൻ്റെ തൊട്ടടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ കാട്ടി നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്കൊരു കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു നെയിം ഡ്രോപ്പിൻ്റെ ആനിമേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. പക്ഷേ എൻ്റെ ഈ ഒരു 2 ഡിവൈസ്, എൻ്റെ ഒരു ആപ്പിൾ വാച്ചും ഈ ഒരു ഐഫോണും ഒരേ ആപ്പിൾ IDയിലേക്ക് ലോഗിൻ ആയതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഡീറ്റെയിൽസ് പെട്ടെന്ന് ഷെയർ ആവാഞ്ഞത്. അപ്പോൾ എൻ്റെ ഈ ഒരു ആപ്പിൾ വാച്ച് വേറൊരു ആപ്പിൾ IDയിലാണ് ലോഗിൻ ആയിരുന്നെങ്കിൽ ആ ഒരു ലോഗിൻ ഡീറ്റെയിൽസ് എനിക്കിവിടെ കാണിച്ചാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നിൽ കൂടുതൽ ആപ്പിൾ ഡിവൈസസ് ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ഫോൺ വെറുതെ ഇങ്ങനെ ടേബിളിൻ്റെ പുറത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ 2 ഡിവൈസ് അടുത്താണെങ്കിൽ ഇത്തരത്തിൽ ആവശ്യമില്ലാതെ തന്നെ ഇത് ഷെയർ ആയിക്കൊണ്ടിരിക്കും, ഇത്തരത്തിൽ ആനിമേഷൻ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് ചില സമയങ്ങളിൽ നമുക്ക് ഒരു അനോയിങ് ആയിട്ട് തോന്നാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒന്നിൽ കൂടുതൽ ആപ്പിൾ ഡിവൈസ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഇത്തരത്തിൽ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമുക്കൊരു ഫീച്ചർ നമ്മുടെ ഐഫോണിലാണ്. അതിൻ്റെ ജസ്റ്റ് സെറ്റിങ്സ് എടുക്കുക, താഴേക്ക് വന്ന് ജനറൽ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് എന്നൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ എയർ ഡ്രോപ്പ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കണ്ടിട്ട് ബ്രിങ് ഡിവൈസസ് ടുഗദർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നോർമലി ഈ ഒരു കാര്യം വരുമ്പോൾ ഈ തരത്തിൽ ആനിമേഷൻ കാണിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ എയർ ഡ്രോപ്പിൻ്റെ ഈ ഒരു റിസീവിങ് നമ്മൾ ഓഫ് ചെയ്തിടുകയാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ നമുക്ക് ഫുള്ളായിട്ട് ഈ ഒരു എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ ഫീച്ചർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഓഫ് ചെയ്തിടേണ്ട കാര്യമില്ല. ജസ്റ്റ് കോൺടാക്ട്സ് ഉള്ളിൽ ആക്കി ഇടുക. എന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഡിവൈസ് സാധനങ്ങൾ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രം നിങ്ങൾ ഫോൺ അടുത്തേക്ക് കൊണ്ടുവന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഷെയർ ആവുന്നതായിരിക്കും. ഇത്തരത്തിൽ ബ്രിങ് ഡിവൈസ് ടുഗദർ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ തന്നെ അത് ഷെയർ ചെയ്യാൻ നോക്കത്തില്ല. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് സഫാരിയിലാണ് വരുന്നത്. സഫാരിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണട്ടെ നമ്മളിപ്പോൾ ഒത്തിരിയധികം സൈറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ സഫാരിയിൽ എപ്പോഴും കുറച്ച് ടാബ്സോട് ഓപ്പൺ ആയി നിൽക്കുന്നതായിരിക്കും. അതായത് ചില സമയങ്ങളിൽ എൻ്റെ സോഷ്യൽ മീഡിയ സൈറ്റ് ഓപ്പൺ ആയി നിൽക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ സ്പോട്ടിഫൈ അങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനൽ അങ്ങനെയൊക്കെ എല്ലാം ഓപ്പൺ ആയിട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സൈറ്റ്സ് എപ്പോഴും നമ്മുടെ ടാബിൽ ഓപ്പൺ ആയിട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ ഒത്തിരി സൈറ്റ്സ് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒത്തിരി ടാബ്സ് നമ്മുടെ ഈ ഒരു ടാബ് സെക്ഷനിൽ വന്ന് കിടക്കുന്നതായിരിക്കും. ഒത്തിരി ഒരു 20, 30, 50 ഒക്കെ വന്ന് കിടക്കുന്നതായിരിക്കും. അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സൈറ്റ്സ് ചില സമയങ്ങളിൽ താഴെ പോവുക അല്ലെങ്കിൽ മുകളിൽ പോവുക അങ്ങനെ ഇടയ്ക്കൊക്കെ മിക്സ് ആയിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ സൈറ്റ്സ് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ഒരു ടാബ് സെക്ഷനിൽ പിൻ ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങളുടെ ടാബ് സെക്ഷൻ എടുക്കുക. ഇപ്പോൾ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 4 സൈറ്റ്സാണ്. അതായത് ഒന്ന് ഫേസ്ബുക്ക്, ഒന്ന് സ്പോട്ടിഫൈ, ഒന്ന് യൂട്യൂബ്, ഒന്ന് ഗൂഗിൾ. അപ്പോൾ എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ആ ഒരു പേജ് എനിക്കിവിടെ പിൻ ചെയ്ത് വയ്ക്കണം. ജസ്റ്റ് ഞാൻ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടിട്ടും പിൻ ടാബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. ജസ്റ്റ് പിൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈറ്റ് അവിടെ പിന്നായി നിൽക്കുന്നതായിരിക്കും. എനിക്ക് സ്പോട്ടിഫൈൻ്റെ പിൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക, പിൻ ടാബ് കൊടുക്കുക, അവിടെ പിന്നായിട്ട് നിൽക്കുന്നതായിരിക്കും. നമുക്കിത് മാത്രം മുകളിലൊരു സെക്ഷനായിട്ട് നിൽക്കുന്നതായിരിക്കും, ബാക്കി ടാബ്സ് എല്ലാം താഴെ ഓപ്പൺ ആയിട്ട് നിൽക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടാബ് നിങ്ങൾക്ക് പിൻ ചെയ്ത ടാബ് അൺപിൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിനകത്ത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. നിങ്ങളുടെ അൺപിൻ ടാബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അൺപിൻ ആവുന്നതായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പിന്നിൻ്റെ ബട്ടൺ കാണുന്നതായിരിക്കും. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ ചെറുതായിട്ട് അൺപിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നതായിരിക്കും. അൺപിൻ കൊടുത്തു കഴിഞ്ഞാൽ നോർമലായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ സഫാരിയിൽ ടാബ്സ് പിൻ ചെയ്ത് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സൈറ്റ്സ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്, ഒത്തിരി ടാബ്സ് ഓപ്പണായി കിടന്നാൽ. അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാപ്സിനകത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മാപ്സ് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ മാപ്സ് ആപ്പ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ നോർമലി മാപ്സ് സൂമിനും സൂം ഔട്ട് ചെയ്യുന്ന 2 വിരൽ യൂസ് ചെയ്താണല്ലേ. അപ്പോൾ നമ്മൾ ഞാൻ 2 വിരൽ യൂസ് ചെയ്ത് പിഞ്ച് ഔട്ട് ചെയ്തും നമുക്ക് ഇത്തരത്തിൽ നമുക്ക് മാപ്സ് സൂമിനും സൂം ഔട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമുക്ക് വേറെ ഒരു രീതിയിൽ ഒരേ ഒരു വിരൽ യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഈ ഒരു മാപ്സിൽ നമുക്ക് സൂമിനും സൂം ഔട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ജസ്റ്റ് കാണിച്ചിട്ട്, ജസ്റ്റ് നിങ്ങൾ ഒരു വിരൽ എടുത്തിട്ട് മാപ്സിനകത്ത് ഡബിൾ ടാപ്പ് ചെയ്തിട്ട് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് തന്നെ പിടിച്ചിട്ട് മുകളിലോട്ടും താഴോട്ടും ആക്കി കഴിഞ്ഞാൽ നമുക്ക് മാപ്സ് സൂമിനും സൂം ഔട്ടും ആവുന്നതാണ്. ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് വന്നിട്ട് ഡബിൾ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇത്തരത്തിൽ മുകളിലും താഴോട്ടും ആക്കി കഴിഞ്ഞാൽ നമുക്ക് മാപ്സ് സൂമിനും സൂം ഔട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ മാപ്സിൽ സൂമിനും സൂം ഔട്ടും ഒരു വിരൽ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ചെറിയൊരു ടിപ്പാണ്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടാണ് ഇത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, സാംസങ് ഡിവൈസസിൽ റിവേഴ്സ് വയർലെസ് ചാർജിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ സാംസങ് ഡിവൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഡിവൈസ് വയർലെസ്ലി നമുക്ക് ആ ഫോണിൻ്റെ ബാക്കിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ചെയ്യുന്ന നമുക്ക് അറിയാം. പക്ഷേ നമുക്ക് ഐഫോൺസിൽ ഇതുവരെ ആ തരത്തിലൊരു റിവേഴ്സ് വയർലെസ് ചാർജിങ് എന്ന് പറഞ്ഞ ഫീച്ചർ വന്നിട്ടില്ല. എന്നാൽ നമുക്ക് ഈ ഒരു ഐഫോൺ യൂസ് ചെയ്ത് നമുക്ക് വേറെ ഡിവൈസസ് വയർ ത്രൂ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ ഐഫോണിൻ്റെ കേബിൾ കൂടെ എടുത്തിട്ടുണ്ട്. ഐഫോണിൻ്റെ കേബിളോ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് സി കേബിളായാലും മതി. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഡിവൈസാണോ ചാർജ് ചെയ്യേണ്ടത് ആ ഡിവൈസും കൂടെ എടുക്കുക. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന എൻ്റെ ഒരു ആൻഡ്രോയിഡ് ഫോണാണ്. അപ്പോൾ ഞങ്ങളുടെ ഫോൺ കൂടെ എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് എൻ്റെ കേബിൾ ഞാൻ എൻ്റെ ഐഫോണിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. കണക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇതിനകത്ത് തന്നെ കാണിച്ചു തരാം. ചിലവർ ഇത് കള്ളത്തരം എന്നൊക്കെ പറയും. ഞാൻ ജസ്റ്റ് ഈ ഒരു ഫോണിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കണ്ടിട്ടും എൻ്റെ ഫോൺ ഇവിടെ ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഏത് ഡിവൈസും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഐഫോണിൻ്റെ ചാർജ് തീരുന്നവരെ നമുക്ക് ഏത് ഡിവൈസും ഇത്തരത്തിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിത് കൂടുതലും യൂസ്ഫുള്ളായിട്ട് തോന്നുന്നു നമുക്ക് ഏതെങ്കിലുമൊക്കെ ഹെഡ്സെറ്റോ കാര്യങ്ങളൊക്കെ നമുക്ക് കയ്യിലുള്ള ഹെഡ്സെറ്റിൻ്റെയൊക്കെ ചാർജ് തീരുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ ജസ്റ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെഡ്സെറ്റും എല്ലാം തന്നെ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഫീച്ചറാണ്. എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിപ്പം 14 Pro Max മുതലുള്ള എല്ലാ ഫോൺസിലും അത്യാവശ്യം വളരെ നല്ല ബാറ്ററി ലൈഫ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ ചാർജ് ചെയ്താലും വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരത്തില്ല. എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് സിറിയിലാണ് വന്നിരിക്കുന്നത്. അതായത് നമുക്കിപ്പം അറിയാൻ പറ്റും, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പബ്ലിക് റോഡിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും സിറിയുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ നമുക്ക് ചോദിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമുക്ക് തന്നെ പെട്ടെന്നൊരു ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജസ്റ്റ് സിറിയുടെ അടുത്ത് നമുക്ക് കീബോർഡിൽ ടൈപ്പ് ചെയ്ത് നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെ എനേബിൾ ചെയ്യാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് നേരെ താഴേക്ക് വന്ന് ആക്സസിബിലിറ്റി സെലക്ട് ചെയ്യുക. നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സിറി എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. സിറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും ടൈപ്പ് ടു സിറി എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ സൈഡിലെ പവർ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിറി ഇവിടെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് സിറിയുടെ അടുത്ത് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് ചോദിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ കണ്ടും ടൈപ്പ് ടു സിറി എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ സിറിയുടെ അടുത്ത് ചോദിച്ച് നോക്കാവുന്നതാണ്. ഹായ്, വാട്ട്സ് ദ വെദർ. ഇപ്പോൾ നമുക്ക് സിറിയുടെ റിസൾട്ട് അടിക്കുന്നുണ്ടും ഷാർജ 39 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് സൈലൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ സിറിയിൽ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്നത്. അടുത്തൊരു ടിപ്പ് വന്നിരിക്കുന്നത് നമുക്ക് ക്യാമറ ആപ്പിലാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ക്യാമറ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കണ്ടിട്ട് നമുക്ക് റോ മാക്സ് എന്ന് പറഞ്ഞൊരു ഐക്കൺ നമുക്ക് മുകളിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് റോ മാക്സ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കുറച്ചുകൂടെ ക്വാളിറ്റി കുറഞ്ഞ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ക്യാമറയിലുള്ള ആ ഒരു സെറ്റിങ്സിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു റോ മാക്സ് തന്നെ അത് ജസ്റ്റ് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. നമുക്ക് HEF മാക്സ് ഉണ്ട്, റോ ഉണ്ട്, റോ മാക്സ് ഉണ്ട്. ഈ ഒരു 3 ഓപ്ഷൻസ് നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നതായിരിക്കും. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ക്യാമറയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ഹൈ എഫിഷ്യൻസി മോഡാണ് എനിക്ക് വേണമെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് തന്നെ എനിക്ക് ഡിസ്റ്റൻസ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ എഫിഷ്യൻസി മോഡിലേക്ക് പോയിട്ടുണ്ട്. ഇനി എനിക്ക് റോ മാക്സ് തന്നെ വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഞാൻ റോ മാക്സ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ റോ മാക്സിലേക്കായിരിക്കും എഡിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഷൂട്ട് ആവുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ തന്നെ നമുക്ക് ഈ ഒരു ക്യാമറ സ്വിച്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും വേണ്ട നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ഒപ്പം കൂട്ടത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ കൂടെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. See you.